എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എന്നായിരിക്കും നടക്കുക, രജിസ്ട്രേഷൻ എന്നു മുതലായിരിക്കും എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നായിരിക്കും നടക്കുക എന്ന് പല വിദ്യാർത്ഥിനികളും കൂടെ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. രജിസ്ട്രേഷൻ എന്നു മുതലായിരിക്കും? നമ്മൾ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ തുടങ്ങിയപ്പോൾ മുതൽ ഡിസംബർ മാസം 6-ാം തീയതിയാണ് FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ തുടങ്ങിയത്. അന്ന് മുതൽ നമ്മൾ കേൾക്കുന്നൊരു വിഷയം തന്നെയായിരുന്നു 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ടാകുമെന്ന്, 45 ഡേയ്സിനകം സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാകുമെന്നുള്ളത്. എന്നാൽ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് ഡിസംബർ മാസം 30-ാം തീയതിയാണ്. എന്നാൽ 45 ദിവസം കഴിഞ്ഞിട്ടും സപ്ലിമെൻ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടില്ല. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമെന്ന് ഉണ്ടായിരുന്നത്, നിങ്ങളുടെ ഇനി ജൂനിയേഴ്സിനൊപ്പം എഴുതേണ്ടി വരും, ഇനി നിങ്ങളുടെ അടുത്ത വർഷം നവംബറിൽ നിങ്ങളുടെ ജൂനിയേഴ്സ് വരുമ്പോൾ മാത്രം അവരോടൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ കുറേ വിവരങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, അത്രത്തോളം കാത്തിരിക്കേണ്ടി വരില്ല. ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് സെമസ്റ്റർ ഇപ്പോൾ നാളെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 2-ാം തീയതിയാണ്. അങ്ങനെ വരുമ്പോൾ ഏപ്രിൽ മാസം 3-ാം തീയതി നാളെ മുതൽ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു ജൂണോടൊക്കെ കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ, ഉറപ്പല്ല എക്സ്പെക്റ്റ് ആണ് പറഞ്ഞത്, ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ എന്ന് മുതലായിരിക്കും എന്ന് പറഞ്ഞാൽ ആദ്യം അതുമായി ബന്ധപ്പെട്ടൊരു സർക്കുലർ വരും. ആ സർക്കുലറിലായിരിക്കും വ്യക്തമായ ഡേറ്റ് വരിക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ജൂണിൽ ഒരു എക്സാം നടക്കുകയാണെങ്കിൽ മെയ് ആദ്യ വാരത്തിൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. ശേഷം ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ കാണും. ശേഷം സൂപ്പർ ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ അറിയിക്കും. ശേഷം ടൈം ടേബിൾ പ്രസിദ്ധീകരിക്കും. ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ശേഷം എക്സാം നടക്കും. ഈ ഒരു പ്രൊസീജിയറിലൂടെയാണ് എല്ലാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഒരു മാസം മുമ്പേ എന്തായാലും ഉണ്ടാകും. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന നിലവിലൊരു നോട്ടിഫിക്കേഷനോ അപ്ഡേറ്റോ കാര്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടില്ല. എന്നാൽ പോലും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഉണ്ടാകുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ പുതിയൊരു കാണുന്നവരെ, മൈ നെയിം ഇസ് സ്കറി, ദ ഫൗണ്ടർ ഓഫ് സ്കറി ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.